കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hello everyone, welcome to IGNO Focus 5.0 IGNO മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ഇന്നത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MA ഹിസ്റ്ററി ഫസ്റ്റ് ഇയറിലെ കോർ പേപ്പർ ആയ MHI 107 ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഇക്കോണമി സെക്കൻഡ് 1700 to 2000 CE എന്ന പേപ്പറാണ്. സോ ഈ ഒരു പേപ്പറിൽ നമുക്ക് ടോട്ടല് 9 തീംസ് ആണ് വരുന്നത്. അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളാണ് നമ്മളുടെ മുന്നിലുള്ളത്. സോ ഈ ഒരു ലാസ്റ്റ് ടൈമിൽ ഇത്രയും തീംസും ഇത്രയും ടോപ്പിക്സും കവർ ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ല. സോ ഇവിടെ നമ്മൾ ഇഗ്നോ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻഡെപ്തായി അനലൈസ് ചെയ്തുകൊണ്ട് ഇത്തവണ ഡിസംബർ എക്സാമിന് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഈ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങളുടെ സ്റ്റഡി എങ്ങനെ സ്മാർട്ടായിട്ട് കൊണ്ടുപോകാം, കൂടുതൽ എഫക്റ്റീവ് ആക്കാം എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷന് പ്രധാനമായിട്ടും കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സെഷനിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ സിലബസ് മാപ്പിംഗ് ആണ് നടത്തുന്നത്. നമ്മൾ പറഞ്ഞു ഏകദേശം 9ഓളം തീംസ് ഈ ഒരു പേപ്പറിൽ വരുന്നുണ്ട്. ഈ ഓരോ തീംസിലും ഡിഫറെന്റ് യൂണിറ്റ്സ് വരുന്നുണ്ട്. ഓരോ യൂണിറ്റിലുമായിട്ട് ഡിഫറെന്റ് ടോപ്പിക്സും ഉണ്ട്. സോ ആ ഓരോ ടോപ്പിക്കും എത്രത്തോളം റെലവെന്റ് ആണ് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പം ഈ ഓരോ ടോപ്പിക്കും എത്രത്തോളം റെലവെന്റ് ആണ് എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത് ആ ടോപ്പിക്കിൽ നിന്നും എത്ര തവണ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നു എന്നതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ്. സിലബസ് മാപ്പിംഗ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നടത്തുന്നത്. ഈ ഒരു പേപ്പറിൽ നിന്നും സാധാരണയായിട്ട് ഏതൊക്കെ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്, ഓരോ ക്വസ്റ്റ്യനും ഏകദേശം എത്രത്തോളം ആയിരിക്കും മാർക്ക് ഉണ്ടാവുക, അതിൽ നമ്മൾ എത്രത്തോളം എഴുതേണ്ടി വരും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ തേർഡ്, റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ എന്നുള്ളതാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെയുള്ള ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. എന്തുകൊണ്ടാണ് അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതും നമ്മൾ അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതും എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ പറയുന്നതാണ്. നമ്മൾ ഡ്രെയിൻ ഓഫ് വെൽത്ത്, ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ, അഗ്രാരിയൻ പോളിസി പോലെയുള്ള ടോപ്പിക്സ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പം അത്തരം റിപ്പീറ്റഡ് ടോപ്പിക്സിന് നമ്മൾ കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കേണ്ടതായിട്ടുമുണ്ട്. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതിനെ നമ്മൾ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഹൈ കാറ്റഗറിയിൽ വരുന്ന, അതായത് അത്രയും എക്സാമിന് വരാൻ സാധ്യത കൂടിയിട്ടുള്ള ടോപ്പിക്സ്, ദെൻ മീഡിയം കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ്, ലോ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ്, ഇങ്ങനെ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഓരോ ടോപ്പിക്കും ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് നമ്മൾ നോക്കും. അതിൽ 100% സാധ്യതയുള്ള ഹൈ കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ കൂടുതൽ ഫോക്കസും കൊടുക്കേണ്ടതായിട്ടുണ്ട്. ടോപ്പിക് പ്രോബബിലിറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ ആണ് നോക്കുന്നത്. നമ്മളുടെ ഇഗ്നോ ടേം ആൻഡ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെയിം പാറ്റേണിൽ അതേ ടൈമും അതേ സ്കോറും വെച്ചുകൊണ്ട് നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ്, നമ്മളുടെ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം എന്നതിൽ ലേൺവൈസ് ആപ്പിൽ നമ്മളുടെ PYQUA അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന ഫോൾഡറിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് കാണാൻ പറ്റും. സോ അതെല്ലാവരും റെഫർ ചെയ്യാം. ഇനി നമ്മൾ മെത്തഡോളജിയിലേക്ക് വരുമ്പം നമ്മളുടെ ഈ ഒരു സെഷന്റെ പേര് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ളതാണ്. അതായത് പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതും ഡോക്യുമെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഇത്തവണ എക്സാമിന് കൂടുതൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ നിർണ്ണയിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്. സോ ഇതിലൂടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ, അതിനെ നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ എക്സാമിന് ആൻസേഴ്സ് എഴുതാൻ സഹായിക്കും എന്നുള്ളതാണ്. ഓക്കെ, നമുക്കിനി സിലബസ് മാപ്പിംഗിലേക്ക് കിടക്കാം. സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. സോ ഇവിടെ നമ്മൾ
ഓരോ ബ്ലോക്കിലെയും ഓരോ യൂണിറ്റും എത്രത്തോളം എക്സാമിന് വന്നു എന്നുള്ളതാണ് നോക്കുന്നത്. സോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ടോപ്പിക് എത്രത്തോളം റെലവെന്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുന്നത്. ഇവിടെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 നിന്നുള്ള ദ 18th സെഞ്ചുറി ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള ടോപ്പിക്കിൽ നിന്നും ആകെ ഒരു തവണയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 നിന്നുള്ള ഹിസ്റ്റോറിയോഗ്രഫി ഓഫ് ദ കൊളോണിയൽ ഇക്കോണമിയിൽ നിന്നും ഒരു തവണ മാത്രമേ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടേ ഉള്ളൂ. ബ്ലോക്ക് 2 യൂണിറ്റ് 3 നിന്നും മെർച്ചൻസ് ആൻഡ് മാർക്കറ്റ്സ് 1757 to 1857 എന്നുള്ള ടോപ്പിക്കിൽ നിന്നും 5 തവണ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 4 കൊളോണിയലിസം ആൻഡ് ട്രേഡ് 1857 to 1947 എന്നുള്ളതിൽ നിന്നും ആകെ ഒരു തവണ മാത്രമേ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടേ ഉള്ളൂ. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 5 അഗ്രാരിയൻ പോളിസി ആൻഡ് ലാൻഡ് റൈറ്റ്സ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നും 2 തവണയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 6 പാറ്റേൺസ് ഓഫ് കൊമേഴ്ഷ്യലൈസേഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്നും ആകെ ഒരു തവണ മാത്രമാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 7 നിന്നും ദ ക്വസ്റ്റ്യൻസ് ഓഫ് അഗ്രാരിയൻ ഗ്രോത്ത് ആൻഡ് സ്റ്റാഗ്നേഷൻ എന്നുള്ളതിൽ നിന്നും ഒരു തവണ മാത്രമേ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടേ ഉള്ളൂ. യൂണിറ്റ് 8 കറൻസി എന്നുള്ള ടോപ്പിക്കിൽ നിന്നും 2 തവണ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 4 തന്നെ യൂണിറ്റ് 9 നിന്നുള്ള ഡ്രെയിൻ ഓഫ് വെൽത്ത് ഡിബേറ്റ് 2 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 10 കൊളോണിയൽ എക്കോണമി ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് എന്നുള്ളതിൽ നിന്നും ഒരു തവണ മാത്രമാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. യൂണിറ്റ് 11 ഫെമൈൻസ് ആൻഡ് എപ്പിഡമിക്സ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നും 3 തവണ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 12 ഫോറസ്റ്റ് ആൻഡ് ട്രൈബൽ എക്കോണമീസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നും ഒരു തവണയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 13 ട്രൈബൽ സൊസൈറ്റീസ് ആൻഡ് കൊളോണിയൽ എക്കോണമി എന്നുള്ള ടോപ്പിക്കിൽ നിന്നും ഇതുവരെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. യൂണിറ്റ് 14 ഡെമോഗ്രഫിക് ചേഞ്ച് ആൻഡ് അഗ്രാരിയൻ സൊസൈറ്റി ഇൻ കൊളോണിയൽ ഇന്ത്യ എന്നുള്ള ടോപ്പിക്കിൽ നിന്നും 2 തവണയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 15 ദ ഡി ഇൻഡസ്ട്രിയലൈസേഷൻ ഡിബേറ്റ് എന്നും 3 തവണ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. യൂണിറ്റ് 16 ക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ആൻഡ് സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷനിൽ നിന്നും ഇതുവരെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. യൂണിറ്റ് 17 പാറ്റേൺസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷനിൽ നിന്നും 2 തവണ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 18 എമർജൻസ് ഓഫ് ദ ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റിക് ക്ലാസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നും 4 തവണ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. യൂണിറ്റ് 19 ലേബർ ഇൻ കൊളോണിയൽ ഇന്ത്യ എന്ന ടോപ്പിക്കിൽ നിന്നും ഒരു തവണ മാത്രമാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. യൂണിറ്റ് 20 വിമൻ ആൻഡ് വർക്ക് എന്നുള്ള ടോപ്പിക്കിൽ നിന്നും ഒരു തവണ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. യൂണിറ്റ് 21 ടെക്നോളജി സയൻസ് ആൻഡ് എംപയർ എന്നുള്ള ടോപ്പിക്കിൽ നിന്നും 2 തവണ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 22 പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നും 3 തവണ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. യൂണിറ്റ് 23 ലാൻഡ് ആൻഡ് ടെനൻസി റിഫോംസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നും 3 തവണയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 24 അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രീസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നും ഒരു തവണയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 25 ഗ്രോത്ത് ഓഫ് മോഡേൺ ബാങ്കിങ് സിസ്റ്റം നാഷണലൈസേഷൻ ഓഫ് ബാങ്കിങ് ആൻഡ് ഇൻഡസ്ട്രീസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നും 2 തവണയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 26 ഗ്ലോബലൈസേഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്നും ഒരു തവണയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 9 യൂണിറ്റ് 27 ദ പൊളിറ്റിക്കൽ എക്കോണമി ഓഫ് ലിബറലൈസേഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്നും 2 തവണയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇതിന്റെ തന്നെ ഒരു ബാർ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ എക്സ് ആക്സിസിലായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ബ്ലോക്സും വൈ ആക്സിസിലായിട്ട് ആ ബ്ലോക്സിൽ നിന്നുമുള്ള ടോട്ടൽ ക്വസ്റ്റ്യൻസിന്റെ ഒരു അപ്രോക്സിമേറ്റ് കൗണ്ടും കാണാൻ പറ്റും. സോ ഇതില് നമ്മൾ ഈ ഒരു ചാർട്ട് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 7 നിന്നുമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 4 ബ്ലോക്ക് 8 നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 5 ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 6 നിന്നുമാണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ബ്ലോക്ക് 7 നിന്നുമാണ്. അതിന്റെ തന്നെ ഒരു ഹീറ്റ് മാപ്പ് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഒരു 3 ഹൈ yield ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ 2024 മുതൽ 2025 വരെ ഇഗ്നോ എക്സാംസിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹൈ yield ടോപ്പിക്സ് ഏതൊക്കെയെന്ന് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ടോപ്പിക് യൂണിറ്റ് 3 നിന്നുള്ള മെർച്ചൻസ് ആൻഡ് മാർക്കറ്റ്സ് എന്നുള്ളതാണ്.
ഏകദേശം 5 തവണ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇപ്പം എസ്പെഷ്യലി ഈ മർച്ചന്റ് ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, ബനിയാസ്, സറഫാസ്, ചെട്ടിയാസ്, മാർവാരീസ്, ഷിക്കാർപൂരീസ്, ഇവരുടെ റോൾ എന്തായിരുന്നു എന്ന് റിലേറ്റ് ചെയ്തിട്ട് അതിനെയാണ് നിങ്ങൾ ഇവിടെ ഫോക്കസ് കൊടുക്കേണ്ടത്. ദെൻ അവർ യൂസ് ചെയ്തിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് ആയിട്ടുള്ള ഹുണ്ടീസിനെ കുറിച്ചിട്ടും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദെൻ പോർട്ട് സിറ്റീസ്, പ്രൈവറ്റ് ട്രേഡ്, ഇതിന്റെയൊക്കെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റത്തെ ഒരു ഹൈ ഈൽഡ് ടോപ്പിക്. രണ്ടാമത്തെ ഹൈ ഈൽഡ് ടോപ്പിക് ആണ് എമർജൻസ് ഓഫ് ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റിക് ക്ലാസ്, യൂണിറ്റ് 18 നിന്നുള്ള ടോപ്പിക് ആണ്. ഇത് 4 തവണ ചോദിച്ചിട്ടുണ്ട്. ഇതില് ബേർഡ് ഹീൽഗേഴ്സ് ആൻഡ് ബിർള ബ്രദേഴ്സ്, ഇവരുടെ ഒരു എന്താണ് ഇൻഡിവിജ്വൽ ഓൺടർപ്രണേഴ്സിനെ കുറിച്ചിട്ടും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ബേർഡ് ഹീൽഗർ ആൻഡ് ബിർള ബ്രദേഴ്സ് ഷോർട്ട് നോട്ട് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്, ലോങ് എസ്സേ ആയിട്ടും ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ ഗ്രോത്ത് ഓഫ് ഇൻഡിജീനിയസ് ക്യാപിറ്റലിസ്റ്റിക് ക്ലാസിന്റെ ഗ്രോത്ത് എങ്ങനെയായിരുന്നു എന്ന രീതിയിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ മൂന്നാമത്തെ ഹൈ ഈൽഡ് ടോപ്പിക് പ്ലാനിംഗ് ആൻഡ് ലാൻഡ് റിഫോംസ് ക്ലസ്റ്റർ, യൂണിറ്റ് 22 to 23 നിന്നുള്ള ടോപ്പിക് ആണ്. 3 തവണ ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ആദ്യം തന്നെ പ്ലാനിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ പോളിസിയിൽ നമ്മളുടെ 5 ഇയർ പ്ലാൻ ഉണ്ടല്ലോ, 5 ഇയർ പ്ലാനിന്റെ സക്സസ്, ലിമിറ്റേഷൻസ്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ ലാൻഡ് ആൻഡ് ടെനൻസി റിഫോംസ്, പോസ്റ്റ് 1947 ലാൻഡ് ആൻഡ് ടെനൻസി റിഫോംസിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു ഏരിയയിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് 7 നിന്നും ബ്ലോക്ക് 8 നിന്നുമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഏകദേശം 22ഓളം ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 7 നിന്നും ബ്ലോക്ക് 8 നിന്നുമായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഇൻഡസ്ട്രിയലൈസേഷൻ, ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ, ലേബർ ആൻഡ് ജെൻഡർ, പ്ലാനിംഗ്, ലാൻഡ് റിഫോംസ്, അഗ്രികൾച്ചർ, ബാങ്കിങ് ആൻഡ് റിഫോംസ്, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. ദെൻ അതിനുശേഷം ബ്ലോക്ക് 6 കൊളോണിയൽ എക്കോണമി, ബ്ലോക്ക് 2 ട്രേഡ് ആൻഡ് മാർക്കറ്റ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതിൽ കറൻസി, ഡ്രെയിൻ ഓഫ് വെൽത്ത്, ഫെമൈൻസ്, ട്രേഡ് സ്ട്രക്ചേഴ്സ്, ഈ ഒരു ഏരിയാസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നമ്മൾ നടത്തുന്നത്. അതായത് എക്സാമിന് ഏതൊക്കെ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പം പ്രധാനമായിട്ടും 6 ഫോർമാറ്റിലാണ് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഫസ്റ്റ് വൺ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്, ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ്. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എസ്സേ ക്വസ്റ്റ്യൻസ്. 500 to 600 വേർഡ്സിലാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ദെൻ രണ്ടാമത്തെ പാറ്റേൺ എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട് ആണ്. 10 മാർക്സ് ആയിരിക്കും ഒരു ഷോർട്ട് നോട്ടിന് ഉണ്ടാവുക. 250 to 300 വേർഡ്സിലായിരിക്കണം ഷോർട്ട് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഒരു ടൈപ്പ് എന്ന് പറയുന്നത് മാപ്പ് ഓർ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. 10 to 15 മാർക്സ് ആയിരിക്കും ഉണ്ടാവുക. ഇതൊന്നെങ്കിൽ നമ്മൾ ഒരു മാപ്പിനെ അനലൈസ് ചെയ്യുക, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡാറ്റ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിനെ അനലൈസ് ചെയ്ത് എഴുതുക എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അല്ലെങ്കിൽ കമ്പാരിറ്റീവ് എസ്സേസ് ആയിട്ടും ഉണ്ടാവാം. ദെൻ നാലാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഓർ ഡെഫിനിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. 5 മാർക്കാണ് ഉണ്ടാവുക. അപ്പൊ നമ്മളോട് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഫസ്റ്റ് ലൈനിൽ തന്നെ നമ്മൾ ഡീപ്പായിട്ട് തന്നെ അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ഫിഫ്ത്ത് വൺ കേസ് ബേസ്ഡ് ഓർ തീമാറ്റിക് അനാലിസിസ് ആണ്. 50 to 20 മാർക്സ് ആണ് ഇതിനുണ്ടാവുക. ദെൻ സിക്സ്ത് വൺ ക്രോണോളജി ഓർ ടേം ഐഡന്റിഫിക്കേഷൻ ആണ്. 2 to 5 മാർക്സ് ആണ് ഉണ്ടാവുക. വളരെ റെയർ ആയിട്ടാണ് ഈ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഈ ഓരോ ക്വസ്റ്റ്യൻ ഫോർമാറ്റും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. എസ്സേ ക്വസ്റ്റ്യന് 20 മാർക്ക് ആയിരിക്കും ഉണ്ടാവുക. 500 to 600 വേർഡ്സിലാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ ഒരു സ്ട്രക്ചർ തന്നെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, നമ്മളുടെ മെയിൻ ബോഡി വേണം, അതിൽ നമ്മളുടെ ഫൈനലി നമ്മളൊരു കൺക്ലൂഷനും ഇൻക്ലൂഡ് ചെയ്യണം. നമ്മൾ മെയിൻ ബോഡിയിൽ നമ്മൾ പറയുന്ന ആർഗ്യുമെന്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസും അതിൽ ഹിസ്റ്റോറിയൻസിന്റെ ഇന്റർപ്രിട്ടേഷൻസും ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. സോ ഈ ഒരു എസ്സേ ക്വസ്റ്റ്യൻസിലൂടെ എക്സാമിനർ എന്താ നോക്കുന്നത്, നമുക്ക് ആ ഒരു കാര്യത്തെ കുറിച്ച് എത്രത്തോളം നമ്മൾ അതിൽ മാസ്റ്റർ ചെയ്യുന്നുണ്ട്, ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് എത്രത്തോളം ക്ലിയർ ആണ്, ഏതൊരു ടൈം പീരീഡിലാണ് അത് നടക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ, അതിനെ അനലൈസ് ചെയ്യാനുള്ള നമ്മളുടെ കഴിവൊക്കെയാണ് ഇവിടെ എക്സാമിനർ ചെക്ക് ചെയ്യുന്നത്.
ദെൻ നമ്മൾ രണ്ടാമത്തെ ഷോർട്ട് നോട്ട്സിലേക്ക് വരുമ്പം 10 മാർക്സ് ആണ് ഉണ്ടാവുക. 250 to 300 വേർഡ്സിലാണ് എഴുതേണ്ടത്. ഇവിടെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമില്ല. എന്താണോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ദെൻ കീ പോയിന്റ്സ് നമ്മൾ അതിൽ ആഡ് ചെയ്യുക. ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതിനെ നമ്മൾ വളരെ പ്രിസൈസ് ആയിട്ട് എഴുതുക എന്നുള്ളതാണ്. ദെൻ തേർഡ് വൺ മാപ്പ് ഓർ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ 10 to 15 മാർക്സ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നമ്മൾ ജോഗ്രഫി, എക്കോണമി, ഹിസ്റ്റോറിക്കൽ പാറ്റേൺസിനൊക്കെ കണക്ട് ചെയ്യാനുള്ള നമ്മളുടെ ഒരു എബിലിറ്റി, കണക്ട് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്യാനുള്ള നമ്മളുടെ എബിലിറ്റി ആണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് വൺ ഒബ്ജക്റ്റീവ് ഓർ ഡെഫിനിഷൻ ബേസ്ഡ് ആണ്. 5 മാർക്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഡെഫിനിഷൻ കൃത്യമായി ചെയ്ത്, എക്സാമ്പിൾ ഇപ്പൊ നമ്മളോട് വാട്ട് ഈസ് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 1 to 2 സെന്റൻസിൽ നമ്മൾ അതിനെ കുറിച്ചിട്ട് എഴുതാം. ഇതാണ് ഒബ്ജക്റ്റീവ് ഓർ ഡെഫിനിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ്, ഓരോ തീമിൽ നിന്നും എത്രത്തോളം മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നിട്ടുണ്ട് നോക്കാം. ഇതിൽ ബ്ലോക്ക് 1ൽ നിന്നും 5% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ആവറേജ് മാർക്ക് 5 ആണ്. ബ്ലോക്ക് 2ൽ നിന്നും 10% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ആവറേജ് മാർക്ക് 10 ആണ്. ബ്ലോക്ക് 3ൽ നിന്നും 8% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ആവറേജ് മാർക്ക് 8 ആണ്. ബ്ലോക്ക് 4ൽ നിന്നും 15% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ആവറേജ് മാർക്ക് 15 ആണ്. ബ്ലോക്ക് 5ൽ നിന്നും 5% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ആവറേജ് മാർക്ക് 5 ആണ്. ബ്ലോക്ക് 6ൽ നിന്നും 7% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. 7 ആണ് ആവറേജ് മാർക്ക്. ബ്ലോക്ക് 7ൽ നിന്നും 25% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആവറേജ് മാർക്ക് 25 ആണ്. ബ്ലോക്ക് 8ൽ നിന്നും 20% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആവറേജ് മാർക്ക് 20 ആണ്. ദെൻ ബ്ലോക്ക് 9ൽ നിന്നും 5% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ആവറേജ് മാർക്ക് 5 ആണ്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ബ്ലോക്ക് 7, ബ്ലോക്ക് 8 ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ രണ്ട് ബ്ലോക്സും നിങ്ങൾ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ബ്ലോക്സ് ആണ് ബ്ലോക്ക് 7 ആൻഡ് ബ്ലോക്ക് 8. പിന്നെ അതിനുശേഷം ബ്ലോക്ക് 2 ആൻഡ് ബ്ലോക്ക് 4ൽ നിന്നുമാണ് കൂടുതൽ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേൺ പറഞ്ഞു അല്ലെ, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ളത്. അതിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ ബ്ലൂ ആയിട്ട് നമുക്ക് കാണുന്നത് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. എസ്സേ ക്വസ്റ്റ്യന് ജൂൺ 2024 നിന്നും ജൂൺ 2025 എത്തുമ്പോൾ ഡീക്ലൈൻ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഷോർട്ട് നോട്ട് നോക്കുകയാണെങ്കിൽ ഓറഞ്ച് ആണ് കാണിക്കുന്നത്. അത് ജൂൺ 2024 കുറവായിരുന്നു എങ്കിൽ ജൂൺ 2025 എത്തുമ്പോൾ അത് കുറച്ചുകൂടി റൈസ് ആവുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത്. പിന്നെ നമ്മളുടെ അനലിറ്റിക്കൽ ആൻഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെങ്കിലും ജൂൺ 2024 അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു എങ്കിൽ പിന്നെ ജൂൺ 2025 ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് 35% നിന്നും 40% ആയിട്ട് കൂടാണ് ചെയ്യുന്നത്. എന്നാൽ എസ്സേസ് എന്ന് പറയുന്നത് 55% നിന്നും 50% ആയിട്ട് കുറയുന്നുണ്ട്. അനലിറ്റിക്കൽ ഓർ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരു 5 to 6% സ്റ്റേബിൾ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുക. സോ അതിൽ ഫസ്റ്റ് വൺ നമ്മളോട് 12 തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദ ഡ്രെയിൻ വെൽത്ത് തിയറി ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ് എന്നുള്ളത്. ഇപ്പൊ ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറിനെ ഡിസ്കസ് ചെയ്യാൻ അതിന്റെ ഇംപ്ലിക്കേഷൻസ് നമ്മളോട് 12 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് കൊളോണിയൽ അഗ്രാരിയൻ പോളിസി. 10 തവണ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ മൂന്നാമത്തേത് അസസ് ദ റോൾ ഓഫ് ഇന്ത്യൻ മെർച്ചൻസ് ഇൻ 18th to 19th century ട്രേഡ്. 9 തവണ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഫോർത്ത് വൺ എക്സാമിൻ ദ കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ. 9 തവണയാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ദെൻ ഫിഫ്ത്ത് വൺ ഇവാലുവേറ്റ് ദ എക്കണോമിക് ഇമ്പാക്ട് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഓൺ ഇന്ത്യൻ അഗ്രികൾച്ചർ. 9 തവണ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ സിക്സ്ത് വൺ ഡിസ്കസ് ദ റോൾ ഓഫ് പ്ലാനിംഗ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ. 8 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ സെവൻത് വൺ എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഔട്ട്കംസ് ഓഫ് ലാൻഡ് റിഫോംസ് ആഫ്റ്റർ 1947. 7 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
Then eighth one, analyze the emergence of Indian capitalist class under colonial rule. തവണ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. Then ninth one, discuss the impact of globalization on Indian economy since 1991. തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Then final one, write short notes on famines and epidemic patterns in colonial India. തവണയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. നിങ്ങൾ ഇഗ്നോൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോൾ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ പി ജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, പി ജി, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നമ്മൾ ഈ ഫ്രീക്വൻസി ടേബിൾ നോക്കുന്ന സമയത്ത് ഈ ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി ആൻഡ് ഇംപ്ലിക്കേഷൻ എന്നുള്ള ക്വസ്റ്റ്യന് ബ്ലോക്ക് 4 യൂണിറ്റ് 9 നിന്നുള്ളതാണ്. അതിന്റെ ആവറേജ് മാർക്ക് 20 ആയിരുന്നു. 12 തവണയാണ് അപ്പയർ ചെയ്തിട്ടുള്ളത്. യൂണിറ്റ് 5 കൊളോണിയൽ അഗ്രാരിയൻ പോളിസി എന്നുള്ള ക്വസ്റ്റ്യന് ആവറേജ് മാർക്ക് 20 ആണ്. 10 തവണയാണ് അപ്പയർ ചെയ്തിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 3 ഇന്ത്യൻ മെർച്ചൻസ് ഇൻ 18th to 19th century ട്രേഡ് എന്നുള്ളതും 20 ആയിരുന്നു ആവറേജ് മാർക്ക്. 9 തവണയാണ് അപ്പയർ ചെയ്തിട്ടുള്ളത്. യൂണിറ്റ് 15 ഡി ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ എന്നുള്ള ക്വസ്റ്റ്യന് 20 ആയിരുന്നു ആവറേജ് മാർക്ക്. 9 തവണയാണ് അപ്പയർ ചെയ്തിട്ടുള്ളത്. യൂണിറ്റ് 7 എക്കണോമിക് ഇമ്പാക്ട് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഓൺ അഗ്രികൾച്ചർ എന്നുള്ളതിന്റെ ആവറേജ് മാർക്ക് 20 ആണ്. 8 തവണയാണ് വന്നിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 22 പ്ലാനിംഗ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ ആവറേജ് മാർക്ക് 20 ആയിരുന്നു. 8 തവണയാണ് അപ്പയർ ചെയ്തത്. യൂണിറ്റ് 23 ലാൻഡ് റിഫോംസ് ആഫ്റ്റർ 1947 എന്നുള്ളതിന്റെ ആവറേജ് മാർക്ക് 10 ആണ്. 7 തവണയാണ് അപ്പയർ ചെയ്തിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 18 എമർജൻസ് ഓഫ് ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് എന്നുള്ള ക്വസ്റ്റ്യന് 20 ആയിരുന്നു ആവറേജ് മാർക്ക്. 7 തവണയാണ് വന്നിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 26 ഗ്ലോബലൈസേഷൻ സിൻസ് 1991 എന്നുള്ളതിന്റെ ആവറേജ് മാർക്ക് 10 ആയിരുന്നു. 6 തവണയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 11 ഫെമൈൻസ് ആൻഡ് എപ്പിഡമിക്സ് ഇൻ കൊളോണിയൽ ഇന്ത്യ എന്നുള്ളതിന്റെ ആവറേജ് മാർക്ക് 10 ആയിരുന്നു. 6 തവണയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. സോ ഇവിടെ 10 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഷോർട്ട് നോട്ട് ആയിട്ടായിരിക്കാം ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവാം. ഈ ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ പെർസെന്റേജ് കാണിക്കുന്ന ഒരു പൈ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇനി ഈ ടോപ്പ് 10 ക്വസ്റ്റ്യൻസിനെ എങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ടോപ്പ് 10 ക്വസ്റ്റ്യൻസിനെ അതിനെ ഒരു ലോങ് എസ്സേ ആയിട്ട് തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യാം. 5 മിനിറ്റിൽ ഔട്ട്ലൈൻ തയ്യാറാക്കുക. 12 to 15 മിനിറ്റ്സിന്റെ ഉള്ളിൽ ഫുൾ എസ്സേ ആയിട്ട് എഴുതി നോക്കുക. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും ഇതേ രീതിയിൽ തന്നെ ചെയ്യാം. 2 തവണ എഴുതി പ്രാക്ടീസ് ചെയ്യാം. ദെൻ രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ക്രോസ് ലിങ്ക് കോൺസെപ്റ്റ്സ്. കണക്ട് ഈച്ച് ടോപ്പിക് വിത്ത് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. അതായത് കണക്ട് ചെയ്തിട്ട് എഴുതി പഠിക്കാം. എക്സാമ്പിൾ ഇപ്പം ഡ്രെയിൻ ഓഫ് വെൽത്തിനെ ഡി ഇൻഡസ്ട്രിയലൈസേഷനുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ആൻസേഴ്സ് എഴുതി പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് സോഴ്സ് എൻറിച്ച്മെന്റ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറയുന്ന ഓരോ ആർഗ്യുമെന്റ്സും നമുക്ക് അതിന് എവിഡൻസ് കാണല്ലോ. അതിന് വേണ്ടിയിട്ട് ഹിസ്റ്റോറിയൻസിന്റെ ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് എസ്സേ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് മാർക്സ് കൂടുതലായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസിലേക്കാണ് കിടക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഒരു ടോപ്പിക് 70% പ്രോബബിൾ ആണ് എന്ന് പറയുമ്പോൾ അത് ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക് ആണ്. ഇനി 40 to 69% ആണ് അതിന്റെ പ്രോബബിലിറ്റി പറയുന്നത് എങ്കിൽ മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. ബിലോ 40% ആണ് പ്രോബബിലിറ്റി എങ്കിൽ ഇത് ലോ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക് ആണ്. ഇവിടെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 നിന്നുള്ള ഒരു ടോപ്പിക് ആണ് ഇത് 18th century ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. ഇത് ലോ കാറ്റഗറിയിലാണ് വരുന്നത്, കാരണം 30% അതിന്റെ പ്രോബബിലിറ്റി. ബ്ലോക്ക് 1 യൂണിറ്റ് 2 നിന്നുള്ള ഹിസ്റ്റോറിയോഗ്രഫി ഓഫ് കൊളോണിയൽ ഇക്കോണമി എന്നുള്ള ടോപ്പിക്കും ലോ കാറ്റഗറി ആണ്, കാരണം 30 ആണ് അതിന്റെ പ്രോബബിലിറ്റി വരുന്നത്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 3 നിന്നുള്ള മെർച്ചൻസ് ആൻഡ് മാർക്കറ്റ്സ് എന്നുള്ളത് ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്, കാരണം
80% അതിന്റെ പ്രോബബിലിറ്റി. അത് 70%-നേക്കാളും കൂടുതലാണ്. സോ ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 4-ലെ കൊളോണിയലിസം ആൻഡ് ട്രേഡ് എന്നുള്ള ടോപ്പിക് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 50% അതിന്റെ പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 5-ലെ അഗ്രാരിയൻ പോളിസി ആൻഡ് ലാൻഡ് റൈറ്റ്സ് എന്നുള്ള ടോപ്പിക് ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. 70% അതിന്റെ പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 6-ലെ പാറ്റേൺസ് ഓഫ് കൊമേഴ്ഷ്യലൈസേഷന് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 40% അതിന്റെ പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 7-ലെ അഗ്രാരിയൻ ഗ്രോത്ത് ആൻഡ് സ്റ്റാഗ്നേഷൻ എന്നുള്ള ടോപ്പിക് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 40% പ്രോബബിലിറ്റി. യൂണിറ്റ് 8-ലെ കറൻസി എന്നുള്ള ടോപ്പിക് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 50% പ്രോബബിലിറ്റി. യൂണിറ്റ് 9-ലെ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഡിബേറ്റ് ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. 80% പ്രോബബിലിറ്റി ഉണ്ട്. ദെൻ യൂണിറ്റ് 10-ലെ കൊളോണിയൽ എക്കോണമി ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് എന്നുള്ളത് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 40% പ്രോബബിലിറ്റി. യൂണിറ്റ് 11-ലെ ഫെമൈൻസ് ആൻഡ് എപ്പിഡമിക്സ് എന്നുള്ള ടോപ്പിക് ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. 70% പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 12-ലെ ഫോറസ്റ്റ് ആൻഡ് ട്രൈബൽ എക്കോണമീസ് എന്നുള്ളത് ലോ കാറ്റഗറിയിലാണ് വരുന്നത്. 30% പ്രോബബിലിറ്റി. യൂണിറ്റ് 13-ലെ ട്രൈബൽ സൊസൈറ്റീസ് ആൻഡ് കൊളോണിയൽ എക്കോണമി എന്നുള്ള ടോപ്പിക് ലോ കാറ്റഗറിയിലാണ് വരുന്നത്. 20% പ്രോബബിലിറ്റി. യൂണിറ്റ് 14-ലെ ഡെമോഗ്രഫിക് ചേഞ്ച് ആൻഡ് അഗ്രാരിയൻ സൊസൈറ്റി എന്നുള്ളത് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 40% പ്രോബബിലിറ്റി. യൂണിറ്റ് 15-ലെ ദ ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ ഡിബേറ്റ് എന്നുള്ളതും ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. 70% പ്രോബബിലിറ്റി. യൂണിറ്റ് 16-ലെ ക്രാഫ്റ്റ്സ് ഇൻഡസ്ട്രീസ് ആൻഡ് സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ എന്നുള്ളതും ലോ കാറ്റഗറിയിലാണ് വരുന്നത്. 30% പ്രോബബിലിറ്റി. യൂണിറ്റ് 17-ലെ പാറ്റേൺസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്നുള്ളത് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 60% പ്രോബബിലിറ്റി. യൂണിറ്റ് 18-ലെ എമർജൻസ് ഓഫ് ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റിക് ക്ലാസ് എന്നുള്ളതും ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. 80% പ്രോബബിലിറ്റി. യൂണിറ്റ് 19-ലെ ലേബർ ഇൻ കൊളോണിയൽ ഇന്ത്യ എന്നുള്ളതും മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 40% പ്രോബബിലിറ്റി. യൂണിറ്റ് 20-ലെ വിമൻ ആൻഡ് വർക്ക് എന്നുള്ളതും മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 40% പ്രോബബിലിറ്റി. യൂണിറ്റ് 21-ലെ ടെക്നോളജി സയൻസ് ആൻഡ് എംപയർ എന്നുള്ള ടോപ്പിക്കും മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 50% പ്രോബബിലിറ്റി. യൂണിറ്റ് 22-ലെ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതും ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. 80% പ്രോബബിലിറ്റി. യൂണിറ്റ് 23-ലെ ലാൻഡ് ആൻഡ് ടെനൻസി റിഫോംസ് എന്നുള്ളതും ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. 80% പ്രോബബിലിറ്റി. യൂണിറ്റ് 24-ലെ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രീസ് എന്നുള്ളതും മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 50% പ്രോബബിലിറ്റി. യൂണിറ്റ് 25-ലെ ബാങ്കിങ് നാഷണലൈസേഷൻ ആൻഡ് പബ്ലിക് സെക്ടർ എന്നുള്ളത് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 60% പ്രോബബിലിറ്റി. യൂണിറ്റ് 26-ലെ ഗ്ലോബലൈസേഷൻ എന്ന ടോപ്പിക് ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. 70% പ്രോബബിലിറ്റി. യൂണിറ്റ് 27-ലെ പൊളിറ്റിക്കൽ എക്കോണമി ഓഫ് ലിബറലൈസേഷൻ എന്നുള്ള ടോപ്പിക് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 60% അതിന്റെ പ്രോബബിലിറ്റി. ഇനി ഇവിടെ നമ്മൾ ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്, മീഡിയം കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക് എന്നിങ്ങനെ പറഞ്ഞില്ലേ. അപ്പം അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്? ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ആ ഒരു ക്വസ്റ്റ്യൻ എത്ര തവണ എക്സാമിന് ചോദിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. സോ ഇവിടെ നമ്മൾ മെർച്ചന്റ് ആൻഡ് മാർക്കറ്റ്സ് എന്ന് പറയുന്ന യൂണിറ്റ് 3-ലെ ഒരു ടോപ്പിക്, ഇത് നമുക്ക് എസ്സേ ആയിട്ടും ഷോർട്ട് നോട്ട് ആയിട്ടും പലതവണ എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് 10 പേപ്പർ എടുത്ത് നോക്കിയാൽ 8 പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. സോ ഇവിടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മെർച്ചന്റ് ഗ്രൂപ്പ്, അവരുടെ റോൾ എന്തായിരുന്നു, അല്ലെങ്കിൽ പോർട്ട് സിറ്റീസിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ അതിന് ഫോക്കസ് കൊടുത്ത് പഠിക്കാം. ദെൻ കൊളോണിയലിസം ആൻഡ് ട്രേഡ് എന്ന് പറയുന്ന യൂണിറ്റ് 4-ലെ ടോപ്പിക് എടുക്കുകയാണെങ്കിലും അത് നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ നമ്മളൊരു പകുതിയോളം ക്വസ്റ്റ്യൻ പേപ്പറിലും ആ ഒരു ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ട്രേഡ് സ്ട്രക്ചേഴ്സ്, എക്സ്പോർട്ട് ക്രോപ്സ്, പോർട്ട് കോമ്പറ്റീഷൻ ഫീച്ചേഴ്സ്, ഇങ്ങനെ പലതരത്തിൽ ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി നമ്മൾ അഗ്രാരിയൻ പോളിസി ആൻഡ് ലാൻഡ് റൈറ്റ്സ് എന്നുള്ള യൂണിറ്റ് 5-ലെ ടോപ്പിക് നമുക്ക് ഒരു 10 പേപ്പർ എടുത്ത് നോക്കിയാൽ അതിൽ എസ്സേ ആയിട്ട് തന്നെ 7 തവണ ചോദിച്ചിട്ടുണ്ട്. എസ്സേയോടൊപ്പം തന്നെ ഷോർട്ട് നോട്ട്സ് ആയിട്ടും ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 6-ലെ കൊമേഴ്ഷ്യലൈസേഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യനും
10 പേപ്പർ എടുത്ത് നോക്കിയാൽ 4 ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ക്യാഷ് ക്രോപ്പ് എക്സ്പാൻഷന്, മാർക്കറ്റ് ഇന്റഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 7-ലെ അഗ്രാരിയൻ ഗ്രോത്ത് ആൻഡ് സ്റ്റാഗ്നേഷൻ എന്നുള്ള ടോപ്പിക് കമ്പാരറ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയ സമയത്ത് 4 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം അഗ്രാരിയൻ ഗ്രോത്ത് വേഴ്സസ് സ്റ്റാഗ്നേഷൻ എന്നുള്ള രീതിയിൽ അതിന്റെ ഒരു കമ്പാരറ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 8-ലെ കറൻസി എന്നുള്ള ടോപ്പിക്കിൽ നിന്നും മീഡിയം ലെങ്ത് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയതിൽ 5 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു മോണിറ്ററി റിഫോംസ്, റുപ്പി സ്റ്റെർലിംഗ് ലിങ്ക് ഒക്കെ അപ്പയർ ചെയ്തിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 9-ലെ ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്നുള്ള ടോപ്പിക് ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. 10 പേപ്പറിൽ 8 പേപ്പറിലും നമുക്ക് അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 20 മാർക്കിന്റെ എസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 10-ലെ കൊളോണിയൽ എക്കോണമി ആൻഡ് ഇമ്പാക്ട് എന്നുള്ള ടോപ്പിക്കും എസ് ആയിട്ടും ഷോർട്ട് നോട്ട് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. 10 ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ദെൻ ഫെമൈൻസ് ആൻഡ് എപ്പിഡമിക്സ് ഇൻ 19th ആൻഡ് ഏർലി 20th സെഞ്ചുറി എന്നുള്ളതും ഫുൾ എസ് ആയിട്ടും നമ്മളോട് ഷോർട്ട് നോട്ട് ആയിട്ടും ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 10 ക്വസ്റ്റ്യൻ പേപ്പറിൽ 7 ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫെമൈൻസ് ആൻഡ് എപ്പിഡമിക്സ് എന്നുള്ളത്. ദെൻ ഡെമോഗ്രഫി ആൻഡ് അഗ്രാരിയൻ സൊസൈറ്റി എന്നുള്ള ടോപ്പിക് 10 ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ പറ്റിയിട്ടുണ്ട്. ഡി ഇൻഡസ്ട്രിയലൈസേഷൻ ഡിബേറ്റ് 7 ക്വസ്റ്റ്യൻ പേപ്പറിലാണ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഡയറക്റ്റ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്, ക്രാഫ്റ്റ് ആൻഡ് ഇൻഡസ്ട്രീസിന്റെ റിലേറ്റ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ പാറ്റേൺസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്നുള്ളതും 6 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ റീജിയൻസ്, ഫേസസ്, സ്റ്റേറ്റ് പോളിസി എന്നുള്ള ഏരിയാസിനൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നും അത് എസ് ആയിട്ട് തന്നെ 8 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ദെൻ ലേബർ ഇൻ കൊളോണിയൽ ഇന്ത്യ എന്നുള്ളതിൽ നിന്നും ലേബർ റിഗൈൻസ്, മൈഗ്രേഷൻ ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് തുടങ്ങിയിട്ടുള്ള ഏരിയാസിൽ നിന്നും 4 തവണ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വിമൻ ആൻഡ് വർക്ക് എന്നുള്ള ഒരു ഏരിയയിൽ നിന്നും 4 തവണ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ദെൻ ടെക്നോളജി, സയൻസ് ആൻഡ് എംപയർ എന്നുള്ള ടോപ്പിക്കിൽ നിന്നും 5 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ദെൻ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നും 8 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളുടെ പ്ലാനിങ് ഫിലോസഫി, 5 ഇയർ പ്ലാൻസ്, മിക്സഡ് ഇക്കോണമി, 5 ഇയർ പ്ലാൻസിന്റെ സക്സസ്, ലിമിറ്റേഷൻസ്, ഇതൊക്കെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ലാൻഡ് ആൻഡ് ടെനൻസി റിഫോംസ്, പോസ്റ്റ് 1947 ലാൻഡ് റിഫോംസ് റെക്കേഴ്സ് ഇൻ 8 പേപ്പേഴ്സ്. അപ്പം 8 പേപ്പറിൽ ഒരു 1947 ശേഷമുള്ള ലാൻഡ് റിഫോംസിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എസ് ആയിട്ടും വന്നിട്ടുണ്ട്, ഷോർട്ട് നോട്ട് ആയിട്ടും വന്നിട്ടുണ്ട്. ദെൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രീസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ഗ്രീൻ റവല്യൂഷന്, ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് സെക്ടോറൽ ബാലൻസ് എന്നുള്ളതും 5 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ദെൻ ബാങ്കിങ് ആൻഡ് നാഷണലൈസേഷൻ 6 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നാഷണലൈസേഷന്, ഫൈനാൻഷ്യൽ റിഫോംസ് ആൻഡ് പബ്ലിക് സെക്ടർ ഡിബൈറ്റ്സ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സ്. ദെൻ ഗ്ലോബലൈസേഷൻ, പോസ്റ്റ് 1991 റിഫോംസ് ആൻഡ് ഗ്ലോബലൈസേഷൻ ഇമ്പാക്ട്സ്, ഇതും യൂഷ്വലായിട്ട് സെക്ഷൻ 2-ലാണ് വരാറുള്ളത്. 7 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഗ്ലോബലൈസേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ദെൻ പൊളിറ്റിക്കൽ എക്കോണമി ഓഫ് ലിബറലൈസേഷൻ എന്നുള്ളതും 6 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇവിടെ നിങ്ങൾ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ക്വസ്റ്റ്യൻസും ഏതൊക്കെ യൂണിറ്റ്സിനാണ് ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ആ യൂണിറ്റിൽ നിന്നുള്ള ടോപ്പിക്സിനെ ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ളതുമാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ടയർ 1 ഹൈ പ്രയോറിറ്റി ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് യൂണിറ്റ് 3, യൂണിറ്റ് 5, യൂണിറ്റ് 9, യൂണിറ്റ് 11, യൂണിറ്റ് 15, യൂണിറ്റ് 18, യൂണിറ്റ് 22, യൂണിറ്റ് 23, യൂണിറ്റ് 26. സോ ഇതിൽ ഓരോ ടോപ്പിക്സിനെയും നിങ്ങളൊരു ഫുൾ ലെങ്ത് ആൻസേഴ്സ് ഉണ്ടാക്കി വെക്കുക. അതിൽ നറേറ്റീവായിട്ടും അതുപോലെ തന്നെ അനലിറ്റിക്കൽ ആയിട്ടും കമ്പാരറ്റീവ് ആയിട്ടും ഉള്ള രീതിയിൽ ഓരോ ടോപ്പിക്കിന്റെയും ആൻസേഴ്സ് എഴുതി പ്രാക്ടീസ് ചെയ്യാം. ദെൻ ബിൽഡ് 1 പേജ് റിവിഷൻ ഷീറ്റ് പെർ ടോപ്പിക്. ഓരോ ടോപ്പിക്കിനെയും നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു 1 പേജ് റിവിഷൻ ഷീറ്റ് ഉണ്ടാക്കി വെക്കുക. അതിൽ കീ ആർഗ്യുമെന്റ്സ്, ഡേറ്റ്സ്, ഹിസ്റ്റോറിയൻസ് ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ പ്രാക്ടീസ് ടൈംഡ് റൈറ്റിംഗ്, 5 minutes ഫോർ ഔട്ട്ലൈൻ,
plus 12 to 15 minutes writing per 20 mark answer at least twice per topic. ഓരോ ടോപ്പിക്കിനെയും 5 മിനിറ്റിൽ ഔട്ട്ലൈനിൽ 12 to 15 മിനിറ്റ്സിന്റെ ഉള്ളിൽ മുഴുവൻ എസ്സേ കംപ്ലീറ്റ് ആവുന്ന തരത്തിൽ 2 തവണയെങ്കിലും ഓരോ ടോപ്പിക്കും എഴുതി പ്രാക്ടീസ് ചെയ്യാം. ഹൈ പ്രയോറിറ്റി കഴിഞ്ഞാൽ പിന്നെ മീഡിയം പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് ആണ് ടയർ 2. ഇതിൽ വരുന്ന ടോപ്പിക്സ് യൂണിറ്റ്സ് ആണ് യൂണിറ്റ് 4, യൂണിറ്റ് 6, യൂണിറ്റ് 7, യൂണിറ്റ് 8, യൂണിറ്റ് 10, യൂണിറ്റ് 14, യൂണിറ്റ് 17, യൂണിറ്റ് 19, യൂണിറ്റ് 20, യൂണിറ്റ് 21, യൂണിറ്റ് 24, യൂണിറ്റ് 25. സോ ഇവിടെ ഫ്ലാഷ് ബാക്ക് യൂസ് ചെയ്യുക, ടീച്ച് ബാക്ക് മെത്തേഡ്സ് യൂസ് ചെയ്യുക. Then prepare flexible answers that can be trimmed to 10 marks of expanded to 20 marks. അപ്പം 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടും അതുപോലെ തന്നെ 20 മാർക്കിന്റെ എസ് എ ക്വസ്റ്റ്യൻ എസ് എ ആൻസർ ആയിട്ടും എഴുതാൻ പറ്റുന്ന തരത്തിൽ ആൻസേഴ്സ് നിങ്ങൾ എഴുതി വെക്കാം. Then for each unit memorize 3 to 4 case examples. ഓരോ യൂണിറ്റിൽ നിന്നും അതിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സാമ്പിൾസ് റീജിയൻസോ കമ്മ്യൂണിറ്റീസോ പോളിസീസോ ഒക്കെ ഓർത്ത് വെക്കാം. മീഡിയം കാറ്റഗറി കഴിഞ്ഞാൽ പിന്നെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ലോവർ പ്രയോറിറ്റി വരുന്ന ടോപ്പിക്സിലുണ്ട്. യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 12, യൂണിറ്റ് 13, യൂണിറ്റ് 16. അപ്പം ഈ ഏരിയാസ് ഒന്നും നിങ്ങൾ റീഡ് ചെയ്യാതിരിക്കരുത്, ജസ്റ്റ് റീഡ് ചെയ്യുക. ദെൻ ഷോർട്ട് ക്യൂ കാർഡ്സ് നിങ്ങൾ എഴുതി വെക്കുക. അതിൽ ഡെഫിനിഷന് 3 കീ പോയിന്റ്സ് ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ ഷോർട്ട് ക്യൂ കാർഡ്സ് എഴുതി വെക്കുക. ഇനി അത് ഏത് രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാലും എസ്സേസ് ആക്കി എഴുതാൻ പറ്റുന്ന തരത്തിലാക്കി വെക്കാം. Integrate them as supporting material in high priority answers. അപ്പം ഇൻ കേസ് ഹൈ പ്രയോറിറ്റി ആൻസേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഷോർട്ട് ക്യൂ കാർഡ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിൽ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഇപ്പൊ എക്സാമ്പിൾസ് ആണെങ്കിലും കീ പോയിന്റ്സ് ആണെങ്കിലും ഒക്കെ ഹൈ പ്രയോറിറ്റി ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി അവസാനം നമ്മൾ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കുന്നത്. ഇവിടെ MHA 107 ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്കോണമി സെക്കൻഡ്, ടൈം 3 hours, മാക്സിമം മാർക്ക് 100 ആണ്. ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുള്ളത് attempt any 5 questions in about 500 words each. Answer at least 2 questions from each section. All questions carry equal marks. First sectionലെ ആദ്യത്തെ question, how have historians interpreted the transition of Indian economy between 1700 and 1850 CE? Discuss major trends in the historiography of this period, highlighting at least 2 different schools of thought. രണ്ടാമത്തെ question, examine the role of indigenous banking and merchant networks such as baniyas, serfs, and regional trading communities in integrating Indian markets during the 18th and 19th centuries. അപ്പോൾ ഇവിടെ മെർച്ചന്റ് ഗ്രൂപ്പ്സിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് എന്തായാലും മസ്റ്റ് ആയിട്ട് കവർ ചെയ്യുന്ന ടോപ്പിക് ആണ്. Then third one, critically analyze colonial land revenue settlements and their impact on agrarian structure, peasant tenures, and rural society in 19th century India. ഇപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ഇവിടെ ക്രിറ്റിക്കലി അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർത്ത് വൺ, ഡിസ്കസ് ദ മെയിൻ ആർഗ്യുമെന്റ്സ് ഇൻ ദ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഡിബേറ്റ്. ഹൗ ഡസ് ദിസ് ഡിബേറ്റ് ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് ദ ക്യാരക്ടർ ഓഫ് ദി കൊളോണിയൽ ഇന്ത്യൻ ഇക്കോണമി ആൻഡ് ഇറ്റ്സ് ലിങ്ക്സ് ടു വിത്ത് മെട്രോപൊളിറ്റൻ ഫൈനാൻസ്. Then fifth one, write short notes on any 2 of the following in about 250 words each. Short note ആണ് 4 ടോപ്പിക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, commercialization of agriculture and its social consequences. Second one, currency reforms and the rupee sterling relation. Third one, colonial policies on famine relief and famine codes. Fourth one, forest policy and its impact on tribal communities. In section 2 ആദ്യത്തെ question, discuss the principal strands in the debate on deindustrialization in colonial India. To what extent was the decline of traditional industries regionally uneven? രണ്ടാമത്തെ question, trace the emergence and consolidation of Indian capitalistic class from the late 19th century to 1947 with a reference to selected business houses and their sectoral interests. Third one, section 2 third one നമ്മൾ മൊത്തത്തിലുള്ള എട്ടാമത്തെ question ആണ്. Evaluate the objectives, strategies, and outcomes of land reforms and tenancy legislation in post-independence India. How far did these measures transform agrarian relations? The ninth one, examine the planning strategy adopted in the first 3 5-year plans. In your answer, highlight the influence of Mahalanobis model and its implications for industrial and agricultural development. And finally, നമ്മളോട് ഷോർട്ട് നോട്ട്സ് ആണ് 4 സബ് ടോപ്പിക്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, വർക്കിംഗ് ക്ലാസ് കണ്ടീഷൻസ് ആൻഡ് ലേബർ ലെജിസ്ലേഷൻ ഇൻ കൊളോണിയൽ ഇന്ത്യ. Second one, women's work and changing patterns of female labor participation.
Third one, nationalization of banks and expansion of institutional credit. Fourth one, economic reforms and globalization in India since 1991. ഇതാണ് നമ്മളുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 2 സബ് ടോപ്പിക്സ് ആണ് അതിന്റെ ഷോർട്ട് നോട്ട്സ് ആണ് എഴുതേണ്ടത്. ടോട്ടൽ നമുക്ക് 4 തരും. അതിൽ നിന്നും ഏതെങ്കിലും 2 എടുത്ത് എഴുതുക എന്നുള്ളതാണ്. ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സ് നിങ്ങൾക്ക് ലേൺവൈസ് ആപ്പിൽ TYQUA അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ള ഫോൾഡറിൽ അവൈലബിൾ ആയിരിക്കും. സോ അത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ആൻസേഴ്സ് ചെയ്തേണ്ടത്, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, മെയിൻ പോയിന്റ്സ് ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ എല്ലാവരും അത് മസ്റ്റായിട്ട് റെഫർ ചെയ്യുക. എന്നിട്ട് എക്സാം നല്ലപോലെ എഴുതുക. നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള ഹൈ പ്രയോറിറ്റി വരുന്ന ടോപ്പിക്സ് ഒക്കെ മസ്റ്റായിട്ടും കവർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ദാറ്റ്സ് ഓൾ ദ വെരി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.